ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ ഒരുമിച്ച് ഇങ്ങനൊരു സെഷനായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയുള്ള കുറച്ച് ദിവസം നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. സോ ഇന്ന് ഒരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസിക്സ്, ഒരു 10th സ്റ്റാൻഡേർഡ് കുട്ടിക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത സീരീസിലെല്ലാം ഉണ്ടാവും, അടുത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ കൂടെ കാണുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. സോ ഏറ്റവും ലളിതമായ രീതിയിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഡ്രീം ബിഗ്, പ്ലാൻ സ്മാർട്ട്, ബിൽഡ് യുവർ ഫ്യൂച്ചർ. സോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു അറുതി ഉണ്ടാവരുത്, ഒരു അതിരുണ്ടാവരുത്. നല്ലതായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ഡ്രീം ഉള്ളപ്പോൾ തന്നെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക, ബിൽഡ് യുവർ ഫ്യൂച്ചർ. അപ്പം സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു വലിയൊരു ടോപ്പിക്കാണ്. വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തരാം. ആസ് എ സ്റ്റാർട്ടിങ് ഒരു എൻട്രൻസ് എക്സാംസ് എന്തൊക്കെയാണ്, നിങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത്. സോ എന്തൊക്കെ സ്കോളർഷിപ്സ് ഉണ്ട്, ഒരു ബേസിക് സ്കോളർഷിപ്സിനെ കുറിച്ചും തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ ഉണ്ടാവും. എന്തൊക്കെ എൻട്രൻസ് ഉണ്ടാവും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ ഉണ്ടാവും. ബട്ട് ഇന്ന് നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കുന്നു. ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട്, ഫ്യൂച്ചർ സക്സസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. സോ ഐ ആം ഷിറോണ മമ്മരപ്പള്ളി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, കരിയർ ഗൈഡൻസ് എക്സ്പേർട്ട്, ഫൗണ്ടർ ഓഫ് ആൻഡ് ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യസ് കംപ്ലീറ്റ് എൻട്രൻസ് എക്സാം റോഡ് മാപ്പ്. സോ നിങ്ങൾ എന്ത് തരത്തിലുള്ള കോഴ്സ് എടുത്താലും, മെഡിക്കൽ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഇനി എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ജോബ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ളതാണെങ്കിലും അവിടെ എല്ലാം ഒരു എൻട്രൻസ് എക്സാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ എൻട്രൻസ് എക്സാം എപ്പോഴാണ് വരുന്നത്? ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചൊരു കുട്ടി നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്തു. കോഴ്സ് ഇൻ ദ സെൻസ്, കോഴ്സ് എന്ന് പറയുമ്പോൾ +1 +2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ അതുവരെ എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. അതിന് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്, നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നീട് ഒരു സെഷനിൽ പറഞ്ഞു തരും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർക്കെല്ലാം ഇതിന് ശേഷം നമ്മൾ +1 +2 ഒരു കോഴ്സ് എടുത്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ മറ്റ് പ്രൊഫഷനിലേക്ക് പോകുമ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ മെഡിക്കൽ ഉണ്ട്, ലോ ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, അങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് അല്ലേ? നിരവധി തരത്തിലുള്ള ജോലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ ഇങ്ങനെ പോകുമ്പം ഈ പോകുന്നവർക്ക് വേണ്ടി ഇങ്ങനെ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു മെഡിക്കൽ കോഴ്സിന് പോകണമെങ്കിൽ മെഡിക്കൽ കോഴ്സിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. നമുക്കിപ്പോൾ ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിലോട്ടൊക്കെ കയറുമ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട് അല്ലേ? ആ ഗേറ്റ് തുറന്ന് നമ്മളെ അതിലേക്ക് കയറ്റിയാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ജോബിലോട്ട് അല്ലെങ്കിൽ നമുക്കൊരു കരിയർ നമുക്ക് ഇഷ്ടമാണ്, ആ കരിയർ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഒരു ഗേറ്റ് വേ ആണ്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയാം. ഇതാണ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. നമ്മളെ എൻട്രൻസ് ചെയ്യാൻ, അതിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ഒരു എക്സാം. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ് പോലെ തന്നെ. ഓക്കെ, സോ അപ്പം നമുക്ക് ഇങ്ങനൊരു എക്സാം ഉണ്ട്, ഈ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. സോ എന്തൊക്കെയാണെന്നുള്ളത്, ഇങ്ങനൊരു എക്സാം ഉണ്ടെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സാം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് 10th പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ +1 +2 പഠിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടേക്ക് കയറാൻ നിങ്ങൾ യോഗ്യരാണോ അയോഗ്യരാണോ എന്ന് നിങ്ങൾ അറിയുന്നത് ആക്ച്വലി നല്ലതാണ്. സോ അപ്പോൾ നിങ്ങളത് എഴുതി കിട്ടിയില്ലെങ്കിൽ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ നിങ്ങൾ എഴുതാതിരുന്നിട്ട് ഓക്കെ എനിക്കത് കിട്ടിയില്ല, എഴുതേണ്ടതായിരുന്നു എന്ന് പിന്നീട് ഒരിക്കലും ദുഃഖിക്കരുത്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആവണം എന്ന് ആഗ്രഹമുണ്ട്, എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസ് എന്താണുള്ളത്, എന്ത് എൻട്രൻസ് എക്സാം ആണുള്ളത് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. അതിനുശേഷം ആ എൻട്രൻസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ആ എൻട്രൻസിന് വേണ്ടി എൻട്രൻസ് എഴുതണം. തീർച്ചയായിട്ടും ആ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം.
സോ ഈ കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അവിടുത്തെ മികച്ച എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ആ കോഴ്സ്, നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നല്ലൊരു ഡോക്ടർ ആവുക, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിൽ എനിക്ക് ഏറ്റവും നന്നായി ശോഭിക്കണം, ഡോക്ടർ ആവണം എന്നാണെങ്കിൽ എന്ത് എക്സാം എഴുതേണ്ടത്, നീറ്റ് എക്സാം എഴുതണം. സോ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എൻട്രൻസ് എക്സാം എന്ന ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ക്രോസ് ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ സ്കോറിനനുസരിച്ച് നമുക്ക് എത്രമാത്രം സ്കോർ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് സ്കോർ ഉള്ളത്, അതിനനുസരിച്ച് നമുക്ക് ഇന്ത്യയിലെ മികച്ച ഏറ്റവും നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഏറ്റവും നല്ല കോളേജുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കോളേജുകളുണ്ട്. AFMC പോലെയുള്ള കോളേജുകൾ കിട്ടാൻ ഇത്ര ശതമാനം മാർക്ക് വേണം, അങ്ങനെ ഓരോ കോളേജിലും കിട്ടാനുള്ള പെർസെൻറ്റേജ് മാർക്ക് എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അതിനുശേഷം നമുക്ക് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഗ്രി പാസ് ഔട്ട് ആവുന്നു. അപ്പോൾ നമ്മൾ +1 +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന ആ കോഴ്സിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് 4 years ആവാം, 5 years ആവാം, 3 years ആവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഡിഗ്രി പ്രോഗ്രാം, ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം, അതിനാണ് എൻട്രൻസ് ഉള്ളത്. ആ എൻട്രൻസ് എഴുതി നമ്മൾ ഡിഗ്രി പാസ്സായി അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ വളരെ അർത്ഥവത്തായിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുമുള്ള ഒരു കാര്യം കൂടിയാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണിത്. സോ വളരെ നന്നായിട്ട് കീനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട എൻട്രൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അവെയർ ആയിരിക്കണം. എവ്രി കരിയർ ഹാസ് എ ക്ലിയർ പാത്വേ ഫ്രം യുവർ ഡ്രീം ടു യുവർ ഡിഗ്രി. ദ റൈറ്റ് എക്സാം ഓപ്പൺ ദ റൈറ്റ് ഡോർ. എപ്പോഴും റൈറ്റ് എക്സാം ഓപ്പൺ ദ റൈറ്റ് ഡോർ. Choose your stream wisely, prepare with purpose, and remember your career journey begins with a single step. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എപ്പോഴും എന്ത് ചെയ്യണം, ആ എക്സാംസ് നമ്മൾ എഴുതണം. അതേപോലെ ഓരോ സ്ട്രീംസും ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യണം. സോ എനിക്ക് ആദ്യം തന്നെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ +1 +2 പഠിക്കാൻ പോകുന്ന കോഴ്സ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വൈസായിട്ട് ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാംസ്. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഡ്രീം കരിയർ, അതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ കാല് വെക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചൂസ് വൈസ്ലി. ഓരോ സ്ട്രീംസും വളരെ ചൂസ് ചെയ്യുന്നത് വളരെ വൈസായിട്ട് ചൂസ് ചെയ്യുക. പ്രിപ്പയർ വിത്ത് പർപ്പസ്. നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു പർപ്പസ് ഉണ്ടാവണം. ഒരു പർപ്പസിൽ അന്ന് എല്ലാവരും പോവാം, അന്ന് ഞാനും കൂടെ പോവാം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പർപ്പസ് ഉണ്ടാവണം. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രധാന. ഇനി നമ്മൾ ഒരു മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ് എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ എക്സാം, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം എന്നാണ് നീറ്റിൻ്റെ ഫുൾ ഫോം. അത് MBBSന് വേണ്ടി, BDSന് വേണ്ടി, AMS അതായത് ആയുർവേദം, അതേപോലെ ഹോമിയോപ്പതി, BHMS, BUMS, യുനാനി, അതേപോലെ BS സിദ്ധ മെഡിസിൻ, അതേപോലെ വെറ്റിനറി സയൻസ്, ഇതെല്ലാം ഈ എക്സാം പാസ്സായാൽ ഇത്രയും കോഴ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഒന്നും കൂടെ പറയാം, ഇത് നമുക്ക് വേണ്ടി തുറക്കുന്ന ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ MBBSന് പഠിക്കാം, അതേപോലെ BDSന് പഠിക്കാം, BAMSന് പഠിക്കാം, BHMSന് പഠിക്കാം, BUMSന് പഠിക്കാം, BSMSന് പഠിക്കാം, വെറ്റിനറി സയൻസിന് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കോഴ്സിന് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു ഗേറ്റ് വേ ആണ് നീറ്റ് എൻട്രൻസ് എക്സാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നീറ്റിൻ്റെ ഫുൾ ഫോം. സോ എപ്പോഴും ഓർത്തിരിക്കുക, നീറ്റ് എക്സാം മെഡിക്കൽ ഫീൽഡിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നീറ്റ് എക്സാം എഴുതുന്നത് നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം, അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലും നമുക്ക് നീറ്റ് എക്സാം അത്യാവശ്യമാണ്, എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ പ്രിപ്പയർ ചെയ്യുക, എഴുതുക. അടുത്തത് നേഴ്സിങ്ങിനാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നീറ്റിൻ്റെ റിസൾട്ട് നോക്കുന്നുണ്ട്. സോ 10th പാസ്സാവുന്നു, ബയോളജി എടുക്കുന്നു, ബയോളജി സയൻസ് എടുക്കുന്നു, LBSന് നമ്മൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് BC നേഴ്സിംഗിലേക്ക് പോകുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LBS വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം LBSൻ്റെ ഒക്കെ ടൈമാണ്. സോ +1 +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും LBSന് കൊടുക്കണം, നേഴ്സിങ്ങിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇനിയും അലൈൻഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പി ഉണ്ട്, ഫാർമസി ഉണ്ട്, റേഡിയോളജി ആൻഡ്
മെഡിക്കൽ ടെക്നോളജി വരുന്നുണ്ട്, ഇനി ഓപ്റ്റോമെട്രി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഉണ്ട്, എമർജൻസി കെയർ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധി വരെ നീറ്റ് എക്സാം ബാധകമാവുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നോക്കുന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് പല കോഴ്സിലേക്ക് അത് കയറാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. മെയിൻലി MBBS, BDS, BAMS, BHMS, BUMS, BSMS, വെറ്റിനറി സയൻസ്, ഇതിനാണ് നീറ്റ് എക്സാം ആവശ്യമായിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം കരിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡെൻ്റൽ ഡോക്ടർ ആവണോ, അതിൽ ഒരു MBBS ഡോക്ടർ ആണോ, ആയുർവേദയാണോ, ഹോമിയോ ആണോ, ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും നീറ്റ് എക്സാം എഴുതിയിരിക്കണം. സോ ഇതാണ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ് എൻട്രൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഉള്ളത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻട്രൻസ് എക്സാം ആണെങ്കിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് പാസ്സാവുന്നു, അതിനുശേഷം +1 +2 മാത്സ് എടുത്ത്, മാത്സ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ബയോമാത്സ് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മാത്സ് സബ്ജക്റ്റ് എടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആ ഒരു മാത്സ് സ്ട്രീം വരുന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അത് VHSC ആണെങ്കിലും കുഴപ്പമില്ല, മാത്സ് ഉണ്ടാവണം. സോ അതിനുശേഷം നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രീം യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ച സ്ട്രീമിനനുസരിച്ച് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിലേക്ക് പോവാം. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആയെങ്കിൽ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾ എന്താ പ്രൊഫഷണലി നിങ്ങളുടെ ആ ഒരു കരിയറിലേക്ക് നിങ്ങൾ കയറുകയാണ്. ഓക്കെ, ഡിഗ്രിക്ക് ശേഷം. So from class 10 to a thriving professional career, every step in the engineering pathway builds on the one before. Start strong with mathematics in +2, crack the right entrance exam and your future is set. So എപ്പോഴും ഓർക്കുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ എന്താ ചൂസ് ചെയ്യേണ്ടത്, ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലേക്കാണോ പോകേണ്ടത് അതോ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്കാണോ പോകേണ്ടത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സയൻസ് എടുക്കുക, നോർമൽ സയൻസ്, അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള നോർമൽ സയൻസ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉള്ള മാത്സ് സ്ട്രീം ചൂസ് ചെയ്ത്, അത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ചൂസ് ചെയ്ത് അങ്ങനെ പോവാം. സോ ഇതാണ് എഞ്ചിനീയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ. ഇനിയും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JEE വരുന്നുണ്ട്, കീം വരുന്നുണ്ട്, VITTE വരുന്നുണ്ട്, കോമഡ് UGET വരുന്നുണ്ട്, JEE അഡ്വാൻസ് വരുന്നുണ്ട്, BITSAT വരുന്നുണ്ട്, SRM JEE വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എൻട്രൻസ് എക്സാംസ്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ജസ്റ്റ് എഞ്ചിനീയറിംഗിനും ഇങ്ങനെ കുറേ എക്സാംസ് ഉണ്ടെന്നുള്ളത് പറയുക. സോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ പ്രൈം മോട്ടീവെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു പ്രൊഫഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് +1 +2 മാത്സ് ആണ്, മാത്സ് സ്ട്രീമാണ്. സയൻസ് ഒന്നെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സയൻസ് എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചൂസ് ചെയ്യണം, മാത്സ് ചൂസ് ചെയ്യണം, മാത്സ് വിത്ത് കെമിസ്ട്രി ആൻഡ് ബയോളജി. സോ ഇനിയും സപ്പോസ് ആരെങ്കിലും VHSC ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുക മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് JEE എക്സാംസ് ഒക്കെ ഉണ്ടാവും. കേരളത്തിൻ്റെ കീ മെയിൻ എക്സാം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സോ ഇനി ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് പോലെ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അവരുടെ അറിവിലേക്ക് ജസ്റ്റ് പറയുവാണ്. കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് AE എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അതൊരു ടോപ്പ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ സയൻസ്, അത് വളരെ നല്ലൊരു ബ്രാഞ്ചാണ്. അടുത്ത റോബോട്ടിക്സ് ആൻഡ് മെക്കാനിക്കൽ,
ദെൻ മെക്കാനിക്കൽ നല്ലൊരു ബ്രാഞ്ചാണ്. ദെൻ സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇത് മൂന്നും നല്ല ബ്രാഞ്ചുകളാണ്. എയറോസ്പേസ് ആൻഡ് ആർക്കിടെക്ചർ സെപ്പറേറ്റ് എക്സാംസ് വരുന്നുണ്ട്. അതേപോലെ BArch MArch എഴുതി അതൊരു ആ ഒരു ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അഭിരുചിക്ക് പറ്റിയ ഒരു കോഴ്സാണ്. സോ ഇതൊക്കെ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഇഷ്ടമുള്ളവരുടെ അറിവിലേക്ക് പറയുവാണ്. ഇതാണ് നിങ്ങളുടെ പാത്ത് വേ എന്ന് പറയുന്നത്. 10th സ്റ്റാൻഡേർഡ്, +1 +2 മാത്സ് ചൂസ് ചെയ്യുന്നു. മാത്സ് ഉള്ള സ്ട്രീം നിങ്ങൾ എടുക്കുന്നു. അതിനുശേഷം എൻട്രൻസ് എക്സാം എഴുതുന്നു. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നു. അതിനുശേഷം എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതും ഒരുപക്ഷെ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫഷണൽ ഏരിയയിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ പറ്റുന്നു. ഒരുപാട് എക്സാംസ്, എൻട്രൻസ് എക്സാംസ് ഉണ്ട്. JEE പോലെയുള്ള ഒരുപാട് കീം പോലെയുള്ള എക്സാംസ് ഉണ്ട്. ടോപ്പ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ടോപ്പ് എന്നല്ല, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇപ്പം വളരെ ഡിമാൻഡുള്ള കുറച്ച് ബ്രാഞ്ചസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സയൻസ്, റോബോട്ടിക് ആൻഡ് മെക്കാനിക്കലൊക്കെ നല്ല ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള, നല്ല കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. സാധ്യതയുള്ള ബ്രാഞ്ച് തന്നെയാണ്. സിവിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആർക്കിടെക്ചർ, നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ട്, സെയിം ടൈം നിങ്ങൾക്ക് ബിൽഡിംഗ് നിങ്ങൾക്ക് പണിയണം, അത് ഡിസൈൻ ചെയ്യണം, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിവിൽ. ആർക്കിടെക്ട് ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് അത് വരയ്ക്കാൻ, അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ആർക്കിടെക്ചർ. സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ്, ആർക്കിടെക്ചർ, ഇത്രയും കോഴ്സുകൾ നല്ല കോഴ്സാണ് എഞ്ചിനീയറിംഗിന്. ഇനിയുണ്ട് ഒരുപാട് കോഴ്സുകൾ. അപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പോവാം. അടുത്തത് ലോ, ഡിസൈനിങ്, അഗ്രികൾച്ചർ, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ. ഇതും ഇപ്പം എല്ലാവരും ഒരുപാട് കുട്ടികൾക്ക് മനസ്സിൽ ആഗ്രഹമുള്ളതും അതേപോലെ ഡൗട്ടൊക്കെ ഉള്ളതുമായിട്ടുള്ള കുറച്ച് കോഴ്സസ് ആണ്, കുറച്ച് പ്രൊഫഷൻസ് ആണ് പറഞ്ഞത്, കുറച്ച് കരിയറാണ് പറഞ്ഞത്. ഇപ്പോൾ ലോ ആണെങ്കിൽ, ലോ എന്ന് പറയുമ്പോൾ എന്താ? നിയമവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ജോലികളാണ് വരുന്നത്? അഡ്വക്കേറ്റ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ നമുക്കറിയാം, ജഡ്ജിമാര്, അങ്ങനെയുള്ള നിയമവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് പോകണമെങ്കിലും നമ്മൾ ലോ പഠിക്കണം. അതായത് LLB, LLM പോലെയുള്ള കോഴ്സുകൾ, LLB കഴിഞ്ഞ് LLM അങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്. നിയമവുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ അതിനുമുണ്ട് എൻട്രൻസ് എക്സാം. ഇപ്പം ലോ പഠിക്കുന്ന കുട്ടി സയൻസ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സയൻസ് എടുത്താലും എക്സാം എഴുതാം. പക്ഷെ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തവരാണെങ്കിലും ലോയുടെ എൻട്രൻസ് എക്സാംസ് എഴുതാൻ പറ്റും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ലോയർ ആവാൻ, ജഡ്ജ് ആവാൻ, കോർപ്പറേറ്റ് ലോയർ ആവാൻ, ലീഗൽ അഡ്വൈസർ ആവാൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ, ഇതെല്ലാം ആവാൻ വേണ്ടി നമ്മൾ എന്താ പഠിക്കേണ്ടത്? നിയമവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ലോ. LLB പോലെയുള്ള കോഴ്സുകളാണ് പഠിക്കേണ്ടത്. ഈ ഒരു കോഴ്സിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് എൻട്രൻസ് എഴുതേണ്ടത്? ക്ലാറ്റ്, ക്ലീ പോലെയുള്ള എൻട്രൻസ് എക്സാംസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സാംസ് എഴുതേണ്ടത്. സോ നിങ്ങൾക്ക് ലോ ഇഷ്ടമുള്ള, നിയമവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലോ ഒരു വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് ഗൗണൊക്കെ ഇട്ട്, വൈറ്റ് ഷർട്ട്, വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം സഞ്ചരിക്കാൻ പറ്റുന്ന, അഭിമാനപൂർവ്വം ആ ഗൗണൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷനിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജഡ്ജസിനെയും അഡ്വക്കേറ്റ്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ യൂണിഫോം അല്ലേ. സോ ഇതൊക്കെയാണ് ലോയെ കുറിച്ച് പറയുവാണെങ്കിൽ. അപ്പം നമ്മൾ +1 +2 കഴിഞ്ഞ് +1 +2ന് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം. എന്ന് മാത്രമല്ല, ക്ലാറ്റ്, ക്ലീ പോലെയുള്ള എക്സാംസ് ആണ്. ആ എക്സാംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. സോ ലോയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി. നിങ്ങൾക്ക് ലോ അങ്ങനെ ചിന്ത വന്നിട്ടില്ലെങ്കിൽ പോലും ലോ എന്നൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ലോയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ലോയർ ആവാൻ, ജഡ്ജ് ആവാൻ, കോർപ്പറേറ്റ് ലോയേഴ്സ് ആവാൻ, ലീഗൽ അഡ്വൈസേഴ്സ് ആവാൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആവാൻ. ഇതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒക്കെ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ അതിനൊക്കെ അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഒക്കെ ആവണമെങ്കിൽ നമ്മൾ ബേസിക്കലി LLB എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാച്ചിലർ ഇൻ ലോ, നിയമത്തിന്റെ ബാച്ചിലർ ഡിഗ്രി.
അപ്പോൾ അതിന് പോവണമെങ്കിൽ അതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം എന്തൊക്കെയാണ്? ക്ലാറ്റ്, ക്ലീ പോലെയുള്ള എക്സാംസ് ആണ്. സോ അതാണ് ലോയെ കുറിച്ച് പറയുവാണെങ്കിൽ. അടുത്തത് ഡിസൈനിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേന് അതും ഭയങ്കര മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, UI UX ഒക്കെ ആയിക്കോട്ടെ, ആനിമേഷൻ ആയിക്കോട്ടെ, ഇനി ഒരു പ്രൊഡക്റ്റ് ഡിസൈനിങ് ആയിക്കോട്ടെ, ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, അത് ഒരുപാട് വലിയൊരു സബ്ജക്റ്റാണ് ആക്ച്വലി ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന NIFT പോലെയുള്ള നല്ല ഒരുപാട് എൻട്രൻസുകളുണ്ട്. സോ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുണ്ട്. എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. സോ ഡിസൈനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ തുടർന്നുള്ള ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഡിസൈനിങ് ആണ് മനസ്സിൽ വരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് +1 +2 ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ NIFT പോലെയുള്ള എക്സാംസിന് വേണ്ടി റെഡി ആവണം. സോ ഡിസൈനിങ് മനസ്സിൽ ആഗ്രഹമുള്ളവർ ഒന്ന് ജസ്റ്റ് ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രാഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു കോഴ്സുകളുണ്ട്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. വളരെ മനോഹരമായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അതിനുവേണ്ടി സെപ്പറേറ്റ് കോഴ്സുകളും സ്ഥാപനങ്ങളും ഉണ്ട്. സോ അങ്ങനെ ആ ഒരു കരിയറാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ തിരിയണം +1 +2 ശേഷം. ഓക്കെ, ഇനി അഗ്രികൾച്ചർ ആണെങ്കിലോ? അഗ്രികൾച്ചർ ഒരു നല്ല പ്രൊഫഷനാണോ? തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫഷനാണ്. ഇപ്പം +1 +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾ VHSC എടുക്കുകയാണെങ്കിൽ VHSCയിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും സബ്ജക്റ്റ് പഠിക്കാൻ. അല്ല, ഇനി അഗ്രികൾച്ചർ നിങ്ങൾ നേരത്തെ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഇനി +1 +2 സയൻസ് ചൂസ് ചെയ്തവർക്കാണെങ്കിൽ ഐക്കർ എഴുതാൻ പറ്റും. ഐക്കറിൻ്റെ എക്സാം എഴുതാൻ പറ്റും. ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ ബിസിനസ്, അല്ലെങ്കിൽ ഇനി അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ്, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് ഒരുപാട് തരത്തിലുള്ള ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഐക്കർ എന്ന എക്സാം സഹായിക്കും. സോ ഇതൊക്കെയാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ. അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവാം, നിങ്ങൾക്ക് റിസർച്ച് ഹോൾഡറായിട്ടൊക്കെ മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടീച്ചറാവാം, അഗ്രികൾച്ചർ ടീച്ചറൊക്കെ ആവാൻ വേണ്ടിയൊക്കെ നമ്മൾ പഠിക്കേണ്ടിയ ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഇത് മാത്രമല്ല ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറാണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് കൃഷിയോടാണ് താല്പര്യം, എനിക്ക് വേറൊരു കോഴ്സ് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ചെടികളുടെ കൂടെ നിൽക്കാൻ, അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭിരുചിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് ഐക്കർ എന്ന് പറയുന്ന എക്സാം. സോ +10th നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ടൈമാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ. ഓക്കെ, ഞാൻ എത്ര ആലോചിക്കുമ്പോഴേ എനിക്ക് ഇന്ന കാര്യത്തോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇങ്ങനെയൊരു മേഖലയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയൊരു മേഖലയുണ്ട്, ഇങ്ങനൊരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ അഗ്രികൾച്ചർ ഒരു വലിയ സാധ്യതയാണ്. കാരണം മനുഷ്യരുള്ളിടത്തോളം, മൃഗങ്ങളുള്ളിടത്തോളം, ജീവജാലങ്ങൾ ഉള്ളിടത്തോളം കാലം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതുപോലെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്ലാന്റ്സ് നിലനിൽക്കുക, നമ്മുടെ എക്കോസിസ്റ്റം നിലനിന്ന് പോവാൻ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം ലഭിക്കാൻ, നമുക്ക് നല്ല ശ്വാസം ലഭിക്കാൻ, നമുക്ക് ഓക്സിജൻ ലഭിക്കാൻ, ഇതിനെല്ലാം അഗ്രികൾച്ചറിൻ്റെ ഒരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നല്ല രീതിയിൽ അതിനോട് നമുക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമുക്ക് തിരിയാൻ സാധിക്കും. നെക്സ്റ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നെക്സ്റ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിയണം. ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ കുലിനറി ആർട്സ് അല്ലെങ്കിൽ ഹോട്ടൽ ഓപ്പറേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലോടൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം NCHM കോഴ്സുകൾ, JEE എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും അതിനും സെപ്പറേറ്റ് ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കോഴ്സാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്.
ഏവിയേഷനിൽ നമുക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏവിയേഷൻ ഫീൽഡിൽ ഫ്ലൈയിങ് ഇഷ്ടമുള്ളവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാൻ സാധിക്കും. കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിനുശേഷം CPL, PPL, SPL, PPL, CPL അങ്ങനെ ഓരോ ലെവലിനനുസരിച്ച് നമുക്ക് ലൈസൻസ് കിട്ടിക്കൊണ്ടിരിക്കും. സോ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആവാൻ സാധിക്കും, പൈലറ്റ് ആവാൻ വേണ്ടി സാധിക്കും ഇഫ് വി ഹാവ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ദെൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ്, എയർപോർട്ട് ഓപ്പറേഷൻ, ക്യാബിൻ ക്രൂ, ദെൻ എയർ ട്രാഫിക് സർവീസ്, ഇതെല്ലാം നമുക്ക് ആവാൻ ഏവിയേഷൻ എന്നൊരു മേഖലയിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. ഇതിന് ഉള്ളൊരു എൻട്രൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറയാം. AFCAT, എയർഫോഴ്സ് കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. +1 +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. സോ അത് എയർഫോഴ്സുകാർ എയർഫോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. സോ ഇതല്ലാതെ ഒരുപാട് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ലോയെക്കുറിച്ച്, ഡിസൈനിങ്ങിനെ കുറിച്ച്, അഗ്രികൾച്ചറിനെ കുറിച്ച്, ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ച്, ഏവിയേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമേ ഈ ഒരു സെഷനിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടുക, ഇങ്ങനെയൊക്കെ കോഴ്സുകളുണ്ട്, ഇങ്ങനെയൊക്കെ മേഖലകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ്, ഇനി യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് എക്സാംസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ CUET നമുക്ക് ഇന്ത്യയിലെ വളരെ മനോഹരമായ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് നല്ല കോളേജുകളുടെയൊക്കെ പേര് കേട്ടിട്ടുണ്ടല്ലേ. LSR പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് നല്ല കോളേജുകൾ. അപ്പോൾ അങ്ങനത്തെ കോളേജുകളുടെയൊക്കെ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ അവരെങ്ങനെയാണ് എഴുതിയെന്ന് അല്ലെങ്കിൽ അവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് CUET എക്സാം ഇല്ലായിരുന്നു. കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ CUET വരാൻ തുടങ്ങിയിട്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു ഓൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മനോഹരമായ യൂണിവേഴ്സിറ്റികളിൽ പഴക്കവും തഴക്കവും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് +1 +2 ശേഷം എഴുതേണ്ട എക്സാമാണ് CUET. CUET എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ്, ഈ എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും CUETയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ആ ഒരു മാർക്ക് അനുസരിച്ച് ഇന്ത്യയിലെ അടിപൊളി യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് എക്സാംസ് പറയുമ്പം അത് പോസ്റ്റ് ഗ്രാജുവേഷനും ഇനിയും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും CAT ഉണ്ട്, SAT ഉണ്ട്, CMAT ഉണ്ട്. ഫോർ MBA ആൻഡ് ടോപ്പ് ബിസിനസ് സ്കൂൾസിലൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റ് എക്സാംസ് എഴുതേണ്ടത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ മാനേജ്മെൻറ്റ് എക്സാംസ് ഒന്നും പറഞ്ഞില്ല. എക്സാംസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡിഫറെൻറ്റ് ഒരു ബ്രാഞ്ചാണ്. അതൊരു ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റിലോട് താല്പര്യമുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം ബിസിനസ്സിനോടൊക്കെ താല്പര്യമുള്ളവർ എഴുതേണ്ട എക്സാംസ് ആണ് CAT, SAT ഒക്കെ പോലെയുള്ള, CMAT പോലെയുള്ള എക്സാംസ്. ഇനിയും ഹയർ എഡ്യൂക്കേഷൻ ലാഡർ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ 10th കുട്ടികളാണെങ്കിൽ 10th കഴിഞ്ഞ് +1 +2 പോകുന്നു. അതിനുശേഷം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, എനിക്ക് ഒത്തിരി പഠിക്കുകയൊന്നും വേണ്ട, എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അതൊരു ഷോർട്ട് ടൈം, ഒരു 2 month അല്ലെങ്കിൽ 3 month ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡിപ്ലോമ, ഞാൻ കുറച്ചും കൂടെ പഠിക്കാം, എനിക്ക് കുറച്ചും കൂടെ പഠിക്കാം, അല്ലെങ്കിൽ പോളിടെക്നിക് പോലെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അവിടെയാണെങ്കിലും നമുക്ക് ഗവൺമെൻറ് കോളേജുകളുണ്ട്, പോളിടെക്നിക്കിൽ നല്ല കോഴ്സുകളുണ്ട്. സോ തീർച്ചയായിട്ടും ഡിപ്ലോമ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അല്ല, ഒരു 4 വർഷവും എടുത്ത് പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന BSc ഫിസിക്സ്, BSc മാത്സ്, ഇതെല്ലാം ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. ഇത് മാത്രമല്ല, MBBS ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. ആക്ച്വലി ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാലാണ്, ഇപ്പോൾ ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് PGയിലേക്ക് പോകാൻ പറ്റത്തില്ല, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകാൻ പറ്റത്തില്ല, ഡിപ്ലോമ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകാൻ പറ്റത്തില്ല. ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമേ, ഫോർ എക്സാമ്പിൾ MBBS കഴിഞ്ഞാൽ നമുക്ക് MBBS കഴിഞ്ഞിട്ട് PG ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റും, MBBSൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റും. സോ ഒരാൾക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ BSc ഫിസിക്സ് കഴിഞ്ഞാൽ MSc ഫിസിക്സ് ചെയ്യാൻ പറ്റും, BSc സൈക്കോളജി കഴിഞ്ഞാൽ MSc സൈക്കോളജി ചെയ്യാൻ പറ്റും. അപ്പോൾ PG നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് മാസ്റ്റേഴ്സിനെയാണ് PG എന്ന് പറയുന്നത്.
സോ പി ജി ചെയ്തതിന് ശേഷം PhD യിലേക്ക് പോകാൻ പറ്റും. ഈ PhD എന്ന് പറയുന്നത് ഒരു ഏറ്റവും നല്ല ഒരു ലാഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹയസ്റ്റ് എന്ന് പോസ്റ്റ് PhD പോലത്തെ കോഴ്സുകളുണ്ട്. പക്ഷെ നമ്മളൊരു നോർമൽ ലാഡർ നോക്കിക്കഴിഞ്ഞാൽ PhD ഈസ് ദ ഹയസ്റ്റ് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ ലാഡർ. എഡ്യൂക്കേഷൻ്റെ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ലെവലുണ്ട്, ഡിപ്ലോമ ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്, PG ലെവലുണ്ട്, PhD ലെവലുണ്ട്, പോസ്റ്റ് PhD ലെവലുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഒരു ലാഡറിലൂടെ ആയിരിക്കും എഡ്യൂക്കേഷൻ പോകുന്നത്. സോ ഇനിയും ഗവൺമെൻറ് എൻട്രൻസ് എക്സാംസ് ഒക്കെ എന്ന് പറയുമ്പം അവിടെ UPSC ഉണ്ട്, സിവിൽ സർവീസ് എക്സാം. UPSC എന്ന് പറയുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാം. ഇപ്പോൾ IAS IPS പോലെയുള്ള പോസ്റ്റുകൾ പദവി അലങ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ് UPSC. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ SSC ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാം. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാം ഉണ്ട്. AFCAT എയർഫോഴ്സ് കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എയർഫോഴ്സിൻ്റെ എക്സാം. അതേപോലെ തന്നെ നേവിയുടെ എക്സാം ഉണ്ട്, നേവി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. നേവിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ പഠിക്കാൻ പറ്റുന്ന എക്സാം ഉണ്ട്. ഇനിയും NDA അല്ലെങ്കിൽ CDS ഡിഫൻസിൻ്റെ എക്സാം, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം ഉണ്ട്. IBPS പോലെ SBI പോലെയുള്ള ബാങ്കിങ് സെക്ടറിലേക്ക് പോകാൻ പറ്റുന്ന അവരുടെ എക്സാം ഉണ്ട്. ഇനി കേരള PSC സ്റ്റേറ്റ് സർവീസിൽ, അതായത് കേരളത്തിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഭരണത്തിലൊക്കെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് ജോബുകളിൽ വർക്ക് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള PSC ആണ് എഴുതേണ്ടത്. സോ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേരള PSC ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. UPSC നിങ്ങൾ എക്സാം എഴുതുമ്പോൾ സിവിൽ സർവീസ് മേഖലയിലേക്ക്, അതായത് IPS IPS IFS പോലെയുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ സാധിക്കും. യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് തസ്തികകളുണ്ട്. ആ തസ്തികകളിലെല്ലാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. സോ അക്കോർഡിംഗ് ടു യുവർ റാങ്ക് ആൻഡ് സ്കോർ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഇത്രയുമാണ് നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്ന അവസരം. സോ ഇനി നമ്മൾ കുറേ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവാൻ, ഇങ്ങനെയൊക്കെ കോഴ്സുകളുണ്ട്, ഇങ്ങനെയൊക്കെ എൻട്രൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു PhD അങ്ങനെ ഒരു ലാഡറിലോട്ടൊക്കെ എത്താൻ സാധിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ്, സ്കോളർഷിപ്പ് ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സാമ്പത്തികം, മീൻസ് ഞാൻ എൻട്രൻസ് എഴുതിയാൽ മാത്രം പോരല്ലോ, നമ്മൾ പഠിക്കാൻ പോകുമ്പോഴും നമുക്ക് സ്കോളർഷിപ്പിൻ്റെ ആവശ്യം വരാറുണ്ട് അല്ലേ? സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും. സോ നോ ഡ്രീം ഷുഡ് സ്റ്റോപ്പ് ബിക്കോസ് ഓഫ് മണി. നമുക്ക് പൈസ ഇല്ല എന്നുള്ള ഒരു പേരിൽ ഒരിക്കലും നമ്മൾ ഒരു ഡ്രീമും നഷ്ടപ്പെട്ടു പോവരുതേ എന്ന ഒരു ആഗ്രഹം കൊണ്ട് ഒരുപാട് സ്കോളർഷിപ്സ് നിലവിലുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്കോളർഷിപ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞു തരും. എന്തൊക്കെ സ്കോളർഷിപ്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും, എങ്ങനെയാണിത് കിട്ടുന്നത്, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കോളർഷിപ്പുകൾ, ഇതൊക്കെ പറഞ്ഞു തരും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഇന്ത്യ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സോ മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. മെറിറ്റ് വൈസിൽ, നിങ്ങളുടെ മാർക്ക് വൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളുടെ പഠിത്തത്തെ അനുസരിച്ച് കിട്ടുന്ന ഫോർ ഔട്ട്സ്റ്റാൻഡിങ് അക്കാഡമിക് പെർഫോമൻസ് അറ്റ് സ്കൂൾ ആൻഡ് കോളേജ് ലെവൽ, നിങ്ങളുടെ കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിനെ അനുസരിച്ച് കിട്ടുന്ന സ്കോറിനെ അനുസരിച്ചാണ് മെറിറ്റ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എപ്പോഴും ഓർക്കുക, നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും മെറിറ്റ് സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. അത് അപ്ലൈ ചെയ്യുക, അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. സോ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ്, സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറി. ഇനി സ്പോർട്സിൽ താല്പര്യമുള്ളവരാണെങ്കിലോ, എല്ലാ മേഖലയിലും ആൾക്കാർ വേണം അല്ലേ? എല്ലാ മേഖലയിലും ആൾക്കാർ വേണം. ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 100 പേർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ്, വ്യത്യസ്തമായ കഴിവുകളാണ്. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് സാധ്യതകൾ നോക്കി അല്ലേ? അഗ്രികൾച്ചർ, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നോക്കി. അപ്പം അതിനോടെല്ലാം താല്പര്യം വരുന്ന ഓരോരുത്തർക്കും പല രീതിയിലാണ്, പല കോഴ്സുകളോടെ താല്പര്യം വരുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ചിലപ്പം സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന, ഇപ്പോൾ സ്പോർട്സിൽ നല്ല മികവ് പുലർത്തുന്നവരാണെങ്കിൽ സ്പോർട്സ് സ്കോളർഷിപ്പ് കിട്ടും.
അല്ലെങ്കിൽ ഗേൾസിന് സെപ്പറേറ്റ് സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി, നമുക്കൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സെപ്പറേറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. എനിക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, സോ ഞാൻ ഞാൻ പഠിക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് സ്കോളർഷിപ്സ് ഉണ്ട്. നമ്മൾ ആ സ്കോളർഷിപ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഗവൺമെന്റ് സ്കോളർഷിപ്സ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ സ്കീംസ് ഫോർ SC, ST, OBC, മൈനോറിറ്റി, EWS. ഇനി എനിക്ക് തോന്നുന്നു എല്ലാ കാറ്റഗറിയിലും ഉള്ളവർക്ക് സ്കോളർഷിപ്സ് ഉണ്ട്. എല്ലാവർക്കും സ്കോളർഷിപ്സ് ഉണ്ട്, ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവർക്കും സ്കോളർഷിപ്സ് ഉണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുക. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുക. അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള സപ്പോർട്ട് തരാനും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ എപ്പോഴും റെഡിയാണ്. സോ അടുത്തത്, എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പല എഡ്യൂക്കേഷൻ ലോൺസും വിത്ത് ലീസ്റ്റ് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റോട് കൂടി, ലീസ്റ്റ് അല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റോട് കൂടി, ചിലതാണെങ്കിൽ ഇൻട്രസ്റ്റേ ഇല്ലെന്ന് പറയാം, അങ്ങനെയൊക്കെയാണ് പല ലോൺസും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാ തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലോൺസ് ആണെങ്കിലും ഗവൺമെന്റ് സ്കോളർഷിപ്സ് ആണെങ്കിലും സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, മെറിറ്റ് സ്കോളർഷിപ്പ്, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനും സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഗവൺമെൻറ്റും ഈവൻ ചില പ്രൈവറ്റ് സെക്ടേഴ്സും തയ്യാറാണെന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, +1 +2 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഒക്കെ കുറേ പേര് ഈ കുറച്ച് കാലങ്ങളിൽ ഒരു 6-7 ഇയേഴ്സും കൊണ്ട് കുറേ പേര് UK, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, അങ്ങനെ മലേഷ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയി അല്ലേ. അവരെല്ലാം അവിടെ പോയി സെറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, അയ്യോ എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേറൊരു രാജ്യം എക്സ്പ്ലോർ ചെയ്യണം, അവിടെ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ദ വേൾഡ് ഈസ് യുവർ ക്ലാസ് റൂം. ആക്ച്വലി എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, ലോകമാണ് നമ്മുടെ ക്ലാസ് റൂം എന്ന്. നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. അപ്പോൾ ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് 10th നല്ല രീതിയിൽ നല്ല സ്കോറോടുകൂടി പാസ്സാവുക. നെക്സ്റ്റ്, നല്ല ലാംഗ്വേജ് എൻട്രൻസ് എക്സാംസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ IELTS, ഇംഗ്ലീഷ് നമ്മുടെ ഫ്ലുവൻസിയെ മനസ്സിലാക്കുന്ന ഒരു എക്സാമിനേഷനാണ്. IELTS പോലുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. സോ ലാംഗ്വേജ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം, ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് പല യൂണിവേഴ്സിറ്റികളിലേക്ക്, പല രാജ്യങ്ങളിലുള്ള മനോഹരമായ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് ആ രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി. ജർമ്മനിയിലാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഘടകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ ജപ്പാൻ, ദെൻ ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ഇവിടെ എല്ലാം ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനിയും ഇന്റർനാഷണൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യേണ്ട എക്സാംസ് എന്തൊക്കെയാണ്? IELTS, TOEFL, PTE, SAT, ACT, GRE, GMAT, GLPT, ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ IELTS ആണ് കോമൺലി നമ്മൾ കാണാറുള്ളത് അല്ലേ. അപ്പോൾ IELTS ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ജർമ്മനിയിലൊക്കെ പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ജർമ്മൻ സ്കോളർഷിപ്പോട് കൂടിയ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ എന്താ വേണ്ടത്? ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ നമുക്ക് അങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ആരോടും മിണ്ടാത്ത, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ച് പാടാം. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന നിങ്ങളൊരു സർവീസ് ചെയ്യാൻ, നിങ്ങൾ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ശരിയല്ലേ? സോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നിങ്ങൾ പുറത്ത് പോകുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ പഠിക്കുവാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എപ്പോഴും ഓർക്കുക, നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ് നല്ല ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നത് നല്ല കാര്യം. ജർമ്മനി പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജർമ്മൻ പഠിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി, നല്ല ഒരു ആധിപത്യം ഉണ്ടാക്കി വെക്കുക. നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും ലാംഗ്വേജ് അറിയുക എന്നുള്ളത്, ഒരു ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. സോ നെക്സ്റ്റ്, ലീഡർഷിപ്പ് ആൻഡ് കോൺഫിഡൻസ്. നമുക്കൊരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു നമ്മളെ വ്യത്യസ്തമാക്കുന്ന, നമ്മളെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വളരെ അമേസിങ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയും കൂടിയാണ്. സോ അത് നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, കോൺഫിഡൻസ്. എന്ത് കാര്യം കോൺഫിഡൻസോട് കൂടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ കോൺഫിഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് കാര്യം പഠിച്ചാൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ, എന്ത് കാര്യം പ്രസൻറ്റ് ചെയ്താൽ അത് കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ കാലത്ത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം നമ്മൾ കുറേ കാര്യങ്ങൾ മഗപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ ഫിസിക്കാണെങ്കിലും നമുക്ക് സ്പോർട്സിലോ ആർട്സിലോ മ്യൂസിക്കിലോ അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ മികവ് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഔട്ട്സ്റ്റാൻഡിങ് ആക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ വ്യത്യസ്തനാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ നമ്മളെ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെറുപ്പം മുതലേ ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയുവാണ്, ഇതൊരു നല്ല കാര്യമാണ്. നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇനിയും അക്കാഡമിക് പെർഫോമൻസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ഉണ്ടെങ്കിലും അക്കാഡമിക് പെർഫോമൻസ് വീക്കർ ആണെങ്കിൽ എവിടെയും എത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക് പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഗ്ലോബൽ അവയർനെസ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയി പഠിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേറൊരു രാജ്യത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ പഠിച്ചതുപോലെയല്ല, വളരെ വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളുമാണ് ഓരോ രാജ്യത്തും ഉള്ളത്. അപ്പം ഒരു ഗ്ലോബൽ അവയർനെസ് ഉണ്ടാവണം. ഓരോ എറ്റിക്വറ്റ്സ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതികളുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ക്യൂയിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ പല നിയമങ്ങളാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ അവയർനെസ് നമ്മളെ അത് മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. സോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ്, നല്ല ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടാക്കിയെടുക്കുക. ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ പറ്റും അതെല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലീഡർഷിപ്പ് സ്കിൽസ് നിങ്ങൾ ഓരോ ദിവസവും ഓരോ പടിയെങ്കിലും ഒന്ന് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തെങ്കിലും ഒന്നിനകത്ത് നിങ്ങളുടെ മികവ് തെളിയിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുവാണെങ്കിൽ that will be a very great thing. Next, academic proficiency തീർച്ചയായിട്ടും അക്കാഡമിക്കലി നിങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. നെക്സ്റ്റ്, ഗ്ലോബൽ അവയർനെസ്, നല്ലൊരു അവയർനെസ് ഉണ്ടാവണം. നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അവിടുത്തെ നിയമങ്ങളെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു കോമൺ ആയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. സോ ഓക്കെ, ഇനിയും എമേർജിങ് ആൻഡ് ലെസർ നോൺ കരിയർ. ഇനിയും ഈ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കരിയേഴ്സാണ്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പം നിങ്ങൾക്കെല്ലാം വെൽ നോൺ ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ടെക് ആൻഡ് ഡിജിറ്റൽ ഫീൽഡ്
വെൽ നോൺ. ഇപ്പം പല കുട്ടികളും 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നവർ എത്തിക്കൽ ഹാക്കിങ്ങിലൊക്കെ പ്രോ ആയിരിക്കും. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, ഡേറ്റ സയൻറ്റിസ്റ്റ്, AI സ്പെഷ്യലിസ്റ്റ്, ഗെയിം ഡിസൈനേഴ്സിനൊക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ഇന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ ഇതിനകത്തെല്ലാം ഒരു കരിയർ കണ്ടെത്തുക എന്നുള്ളത് അതൊരു വ്യത്യസ്തമായൊരു ജോബാണ്. ഈ മേഖലയിൽ നിങ്ങൾ കരിയർ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇന്ന് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഒരുപാട് എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചൂസ് ചെയ്യാത്ത കുറച്ച് റെയറായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം ഇത് പറയുമ്പോൾ ആരും ചിന്തിക്കുക ഇത് അധികം ആരും ചൂസ് ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ ചൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് അറിവ് വെച്ച് ഒരു കാര്യം ചൂസ് ചെയ്യാതിരിക്കുന്നതും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുവാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. നെക്സ്റ്റ്, ഇനിയും സയൻസിലും റിസർച്ചിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മേഖലയിൽ കുറച്ച് റെയറായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയും കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആവുക എന്നൊക്കെയുള്ള കോഴ്സുകൾ. സോ അത് നമ്മൾ ഭയങ്കര അവെയർ ആയിരിക്കുക. ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളത് നെക്സ്റ്റ് സെഷനുകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരിക്കലും പോയിട്ട് ഡയറക്റ്റ്ലി അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യാതെ സയൻറ്റിഫിക്കലി പഠിച്ചിട്ട് മാത്രം അങ്ങനത്തെ കോഴ്സിലേക്കൊക്കെ പോവുക. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ജോലികളാണ് അത് കിട്ടാൻ സാധ്യതയുള്ളത്, ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ പ്രൈവറ്റ് ഡിറ്റക്ടേഴ്സായിട്ട് അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഉണ്ടോ, അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ആ കോഴ്സൊക്കെ ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ്, സൈക്കോളജിസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. BSCയും BAയും സൈക്കോളജിയും ഉണ്ട്. സോ നല്ല എമേർജിങ് ആയിട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ബൂം ചെയ്ത് വന്ന ഈ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഇന്ന് ഇഷ്ടം പോലെ, ആരും തന്നെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ഉണ്ടെന്ന് തോന്നില്ല. എന്തെങ്കിലും കുഞ്ഞു രീതിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. സോ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലേഴ്സിന്റെ ആവശ്യം ഒരുപാടാണ്. അതേപോലെ സ്പോർട്സ് സയൻറ്റിസ്റ്റ്, അതൊരു എമേർജിങ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈ കോഴ്സാണ്. ഈ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റൊമേനിയ പോലെയുള്ള രാജ്യങ്ങളിൽ സ്പോർട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ സ്പോർട്സ് സയൻറ്റിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഫുഡ് ടെക്നോളജിസ്റ്റുകൾ, അത് വളരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തോളം കാലം ഫുഡ് ടെക്നോളജിസ്റ്റുകളുടെ ആവശ്യം കൂടി വരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കോഴ്സാണ്. അടുത്തത് എൻവറോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കോഴ്സാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മർച്ചൻ്റ് നേവി പുതുതായിട്ട് വന്നൊരു കോഴ്സാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് പറയുകയാണ്. കൊമേഴ്സ് ആൻഡ് സർവീസിലേക്ക് കൊമേഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് മേഖലയിലുള്ള മർച്ചൻ്റ് നേവി പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കുറച്ച് നാൾ നമുക്ക് ലീവ് കിട്ടുകയും കുറച്ച് നാൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കുറേ നാൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന, ഷിപ്പുമായി ബന്ധപ്പെട്ട് കടലുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് മർച്ചൻ്റ് നേവി. നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ജോലിയാണ്. അടുത്തത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തുകൊണ്ട് ഒരു പ്ലെയിനൊക്കെ പറപ്പിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന, അതൊരു എമേർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുകയും ഒരു കാലത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കോഴ്സാണ്. സാധാരണക്കാരെയും കൊണ്ട് പറ്റാത്തൊരു കോഴ്സായിരുന്നു. പക്ഷേ ഇന്ന് അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് മാത്രമേ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ പ്രോഗ്രാംസ് ഉണ്ട്. നെക്സ്റ്റ്, ടൂറിസം ആൻഡ് ട്രാവൽ, അതും വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ്. നെക്സ്റ്റ്, ഇവന്റ് മാനേജ്മെന്റ്, നമുക്കിപ്പോൾ എന്ത് പ്രോഗ്രാമിനും ഇവന്റ് മാനേജ്മെന്റ് വരെയല്ലേ ഏൽപ്പിക്കാറ്. അപ്പോൾ അതൊരു വലിയ ബൂമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം നമുക്ക് ഇവന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മേഖലയിലേക്ക് പോവാം. അടുത്തത് ഓൺട്രപ്രണർ, സ്റ്റാർട്ടപ്സ്, ഫൗണ്ടേഴ്സ്, ഇനി ആനിമേഷൻ, മാനേജ്മെന്റ്, ബിസിനസ് ആൻഡ് ക്രിയേറ്റിവിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ബിസിനസ്സും ക്രിയേറ്റിവിറ്റിയും ഒരിക്കലും നിന്ന് പോവാത്ത, എപ്പോഴും പുതിയ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്
പുതിയ മേഖലകൾ എന്ന് പറയുന്നത്. സോ പുതിയ മേഖലകളിലേക്ക്, ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ തിരിയുന്നവർ ജസ്റ്റ് അതിൻ്റെ സാധ്യതകൾ കുറച്ച് നന്നായി ശ്രദ്ധിച്ച്, ഇപ്പോൾ MBBS പോയാൽ ഇതൊക്കെയാണ് സാധ്യത എന്നുള്ളത് കോമൺലി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പഠിച്ച് സ്ഥാപനങ്ങളൊക്കെ നല്ല സ്ഥാപനങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കി, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്ത് പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ റെപ്യൂട്ടേഷൻ കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടൈം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൈസ പോയിട്ടുണ്ടാവും. സോ അതിനു മുൻപ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. സോ ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് സക്സസ്ഫുൾ കരിയർ ബിയോണ്ട് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. എപ്പോഴും ഓർക്കുക, ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല കോഴ്സുകൾ എന്ന് പറയുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകൾ, ഒരുപാട് വ്യത്യസ്തമായ കരിയേഴ്സ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. സോ യുവർ ഫ്യൂച്ചർ സക്സസ് ഫോർമുല. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു ഡ്രീമുണ്ട്, നമുക്കൊരു കുഞ്ഞു സ്വപ്നമുണ്ട്. ഓക്കെ, വിഷ്വലൈസ് യുവർ ഡിസയർ ഫ്യൂച്ചർ. നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ സ്റ്റെത്തൊക്കെ വെച്ച് നമുക്ക് ഒരു രോഗിയെ പരിശോധിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റണം. നെക്സ്റ്റ്, ഗോൾ. സെറ്റ് എ ക്ലിയർ മെഷറബിൾ ടാർഗറ്റ്. ആ ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കണം. നെക്സ്റ്റ്, ആക്ഷൻ. അതിനു വേണ്ടി നമ്മളൊരു ആക്ഷൻ എടുക്കണം. ഓക്കെ, വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്യുവല്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, എല്ലാം എഴുതി വെച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ എഴുതി എല്ലാം തയ്യാറാക്കി വെച്ചു, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ഗോളായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മളൊരു ആക്ഷൻ എടുക്കണം. ആ ഒരു ഗോളിനെ മെഷറബിൾ, ആ ഒരു ടാർഗറ്റിനെ, ആ ഒരു ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു ആക്ഷൻ എടുക്കണം. ടേക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. നമ്മൾ ഒരു വർക്ക് ചെയ്തു, നാളെ വർക്ക് ചെയ്തു, മറ്റന്നാൾ എനിക്ക് വയ്യ, ഞാൻ ക്ഷീണമാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആക്ച്വലി ആ ഒരു ആക്ഷൻ ഉണ്ടാവാതിരിക്കും, നമ്മൾ അത് അവിടെ കട്ടായി പോകും. സോ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ കൺസിസ്റ്റൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ആക്ഷൻ നമ്മൾ എടുത്ത് അത് കൺസിസ്റ്റൻ്റ് ആയി കഴിയുമ്പോൾ, ഡെലിബറേറ്റ് സ്റ്റെപ്സ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു ഹാബിറ്റായിട്ട് മാറും. ഹാബിറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്തോ, നമ്മൾ കുറച്ച് നാളത് ചെയ്തു, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യും അല്ലേ, ബ്രഷ് ചെയ്യാതെ നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല അതൊരു ഹാബിറ്റാണ്. സോ അങ്ങനത്തെ ഹാബിറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. സോ ഹാബിറ്റുകൾ കൊണ്ട് അങ്ങനെ ഒരു ഹാബിറ്റ് ആക്കുക. ഡ്രീംസിനെ ഇപ്പൊ നമ്മൾ എവിടെ വരെ എത്തിച്ചു? ഹാബിറ്റിലേക്ക് എത്തിച്ചു. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ബിൽഡ് ഡെയിലി ഡിസിപ്ലിൻ റൊട്ടീൻ, ഡെയിലി അത് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഹാബിറ്റ് വരെ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് ആണ് സക്സസ്. അച്ചീവ് ദ ഗോൾ യു സെറ്റ്. അതിനുശേഷം നമ്മൾ അത് പിടിച്ചു വലിച്ച് മേടിക്കണം, സക്സസ് നമ്മൾ മേടിക്കണം. സോ ഡ്രീം, ഗോൾ, ആക്ഷൻ, ഹാബിറ്റ്, സക്സസ്. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്. എപ്പോഴും ഓർക്കുക, ഒരാൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആക്സിഡന്റ് അല്ലായിരുന്നു. ഓക്കെ, അതൊരു ആക്സിഡന്റ് കാരണം ഉണ്ടായതല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായതല്ല. അതിന് പുറകിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊരു സ്റ്റെപ്പിലൂടെ പോയിട്ടുണ്ട്. അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, അതിനുശേഷം അതൊരു ഗോളായി മാറി, ആ ഗോളിന് ആക്ഷൻസ് കൊടുത്തു, വ്യത്യസ്തമായ കൺസിസ്റ്റൻസിയും ഡെലിബറേറ്റ് സ്റ്റെപ്സിലൂടെയും ഒക്കെ എന്ത് സംഭവിക്കും? ആ ഒരു ആക്ഷൻസ് കൺസിസ്റ്റന്റ് ആയപ്പോൾ അത് ഹാബിറ്റായിട്ട് മാറി, അത് ഡെയിലി ഡിസിപ്ലിൻ റൊട്ടീനായി മാറി, അതിനുശേഷം അത് സക്സസ് ആയി മാറി. സോ ഡ്രീം, goal, skill, discipline, consistency, hard work is very important. Start with a dream, set a clear goal, take consistent action every day, build disciplined habits, and success will follow you. Okay, so do not chase a career because others choose it. എനിക്ക് നിങ്ങളോട് പിന്നെയും പറയാനുള്ളത്, ഇന്ന് നിങ്ങൾക്ക് കുറേ കോഴ്സുകൾ പറഞ്ഞു തന്നു, അതിന് എൻഡെപ്ത് ആയിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കുറെ ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. സോ ഡു നോട്ട് ചൂസ് എ കരിയർ ബിക്കോസ് അതേഴ്സ് ചൂസ് ഇറ്റ്. ബാക്കിയുള്ളവർ ചൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് ചൂസ് ചെയ്യാതിരിക്കുക. ചൂസ് എ കരിയർ ദാറ്റ് മാച്ചസ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എനിക്ക് ഇന്ന കാര്യം ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കങ്ങനെ ഒരു ക്ഷീണമോ മുഷിപ്പോ മടിയോ ഒന്നും തോന്നില്ല, നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, വാല്യൂ. നമ്മളെല്ലാവരും വാല്യൂസ് ഉള്ളവരായിരിക്കണം അല്ലേ?
വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാണ്, വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളുള്ളവരാണ്. പക്ഷെ നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്ക് വാല്യൂസും കൂടെ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ഡ്രീംസ്. ഡു നോട്ട് ചൂസ് ഇറ്റ് കരിയർ ബിക്കോസ് അതേഴ്സ് ചൂസ് ഇറ്റ്. എപ്പോഴും ഓർക്കുക, ബാക്കിയുള്ളവർ ചൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചൂസ് ചെയ്യാതിരിക്കുക. ചൂസ് എ കരിയർ ദാറ്റ് മാച്ചസ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം, ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം, നിങ്ങളുടെ വാല്യൂ സിസ്റ്റവുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം, നിങ്ങളുടെ ഡ്രീംസുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഇത്രയും കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ചുമ്മാ ആരും എടുക്കാത്തൊരു കോഴ്സ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും എടുത്ത ഒരു കോഴ്സ് ചൂസ് ചെയ്യുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ യുവർ മാർക്സ് അലോൺ. ഒരിക്കലും നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ യുവർ മാർക്സ് അലോൺ. നിങ്ങളുടെ മാർക്ക് വെച്ച് മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതെന്ന് എപ്പോഴും ഓർക്കുക. ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ യുവർ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായി, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ഫെയിൽ ആയേക്കാം, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞേക്കാം. അതൊരു പ്രശ്നമല്ല, അതല്ല പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അതിനോട് നിങ്ങൾ കാണിക്കുന്ന മനോഭാവമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ ഫെയിലിയറും വീഴ്ചകളും താഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ കൂട്ടുകാർക്കും അതൊക്കെ സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അതിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കാം, അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കാണിക്കാം, അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത മുരടിച്ച ഒരു സ്വഭാവം വേണമെങ്കിൽ കാണിക്കാം. നെക്സ്റ്റ്, നമ്മുടെ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൽസ് ഉണ്ടാവുക, സ്കിൽസ് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 10th പഠിക്കുന്നവർക്ക് സമയമുണ്ട്. അതിനേക്കാൾ താഴെ പഠിക്കുന്ന കൂട്ടുകാരാണ് എന്നെ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഫേർട്ട് എടുക്കണം, സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാത്തവർക്ക് ഒരിക്കലും ഒരു വളർച്ച ഉണ്ടാവത്തില്ല. നമ്മളായിട്ട് ഒരു എഫേർട്ട് എടുക്കണം. ഓക്കെ. നെക്സ്റ്റ്, കറേജ്. നമുക്ക് നല്ലൊരു കറേജ് ഉണ്ടാവണം. എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു പിന്നീട് ഒരിക്കലും ഡിസിപ്ലിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിക്കുക. അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ എഴുതി വെച്ചു. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു സംതിങ്. ഓക്കെ, ഇങ്ങനെ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചെന്ന് വിചാരിച്ചോ. അതിനകത്ത് ഞാൻ കുറേ ടൈം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 5 o'clock എഴുന്നേക്കും, 5 AM എഴുന്നേക്കും എന്ന് എഴുതി വെച്ചു. അതിനകത്തൊരു 5:02 ആയി. ഇന്ന് എനിക്ക് ഡിസിപ്ലിൻ അങ്ങനെയല്ല. ഡിസിപ്ലിന് വേറൊരു അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡ്രീം. നമുക്ക് ഡ്രീം ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും, ഈ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാവർക്കും ഡ്രീം ഉണ്ടാവണം. ഓക്കെ, ഡ്രീമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. നമ്മുടെ ഒരു ഡ്രീം നമുക്ക് പരാജയപ്പെട്ടു പോയാൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സാരമില്ല, വീണ്ടും ഡ്രീംസ് ഉണ്ടാക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. സോ ഈ സക്സസ് ഫോർമുല നിങ്ങൾ മറന്നു പോകരുത്. ഡ്രീം ഉണ്ടാവുക, ഗോൾ ഉണ്ടാവുക, അത് ആക്ഷനിലേക്ക് മാറ്റുക, നെക്സ്റ്റ് ഹാബിറ്റ് ആക്കി മാറ്റുക, സക്സസ് ഉണ്ടാക്കുക. സോ സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. എപ്പോഴും ഓർക്കുക, സക്സസ് ഒരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ല. സക്സസ് എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ്സ് എ ഫോർമുല. അതൊരു ഫോർമുലയാണ്. ഓക്കെ, നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് എന്തിനാ ഫോർമുലാസ് പഠിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട ആ ഒരു ആൻസറിലേക്ക് എത്താൻ ഈസി ആയിട്ട് എങ്ങനെ എത്താം, അതിനുവേണ്ടി ഒരു ഫോർമുല കണ്ടെത്തി വെച്ചേക്കുക അല്ലേ? അപ്പം നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റും, ആൻസറിലേക്ക്. സോ സക്സസിന്റെ ഫോർമുലയാണ് പറഞ്ഞത് നമുക്ക് ഡ്രീം ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഡ്രീം. നമുക്ക് ഡ്രീം ഉണ്ടാവണം. നെക്സ്റ്റ്, സ്റ്റാർട്ട് വിത്ത് എ ഡ്രീം. നമുക്കൊരു ഡ്രീം ഉണ്ടാവണം. നെക്സ്റ്റ്, സെറ്റ് എ ക്ലിയർ ഗോൾ. ഡ്രീം ഉണ്ടായതിനു ശേഷം ഗോൾ ഇല്ലെങ്കിൽ അത് ക്ലിയർ ഗോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രീം എപ്പോഴും ഡ്രീം ആയിട്ട് തന്നെ ഇരിക്കും. ഉറങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഡ്രീം കാണാം. പക്ഷെ നമ്മുടെ ഒരു നല്ല ഗോളാണെങ്കിൽ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ ഉറക്കം ചിലപ്പോൾ അത് കെടുത്തും. ഓക്കെ, നമ്മൾ പലപ്പോഴും നമുക്കിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു ഗോൾ ഉണ്ടെങ്കിൽ ഡ്രീമിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ടേക്ക് കൺസിസ്റ്റന്റ് ആക്ഷൻ എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ പറയും, എവറി മൊമെന്റ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ഒരു ഫ്ലവറിന് ഒരു പെറ്റൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഓരോ നിമിഷവും നമ്മുടെ
നമ്മൾ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് ബിൽഡ് ഡിസിപ്ലിൻ ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് സക്സസ് വിൽ ഫോളോ യു. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സക്സസ് നമ്മളെ ഫോളോ ചെയ്തിരിക്കും. സോ എപ്പോഴും ഓർക്കുക, ഡ്രീം, ഗോൾ, സ്കിൽ, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് ചൂസ് എ കരിയർ ബിക്കോസ് അതേഴ്സ് ചൂസ് ഇറ്റ്. ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, ഒരിക്കലും ആരും ഒരു കൂട്ടുകാരും ചെയ്യരുത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നേഴ്സിംഗ് എടുത്തു, സോ ഞാൻ നേഴ്സിംഗ് എടുക്കാം. MBBS എടുത്തു, അതുകൊണ്ട് MBBS എടുക്കാം. എഞ്ചിനീയറിംഗ് എടുത്തു, അതുകൊണ്ട് ടീച്ചറായി, അതുകൊണ്ട് ടീച്ചറാവാം. സോ അങ്ങനെയല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ തിങ്. സോ നിങ്ങൾക്കെല്ലാം ഒരുപാട് സ്കിൽസ് ഉള്ള മിടുക്കരായിട്ടുള്ള കൂട്ടുകാരാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാം ഡ്രീംസിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ ആ ഒരു സ്കിൽസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. സോ നിങ്ങളുടെ ഡ്രീംസിനെ ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഗോൾസിനെ ആക്ഷൻസ് ആക്കി മാറ്റുക, അതിനെ ഹാബിറ്റാക്കി മാറ്റുക. ഹാബിറ്റാക്കി കഴിയുമ്പോൾ സക്സസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും. യുവർ ഫ്യൂച്ചർ ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ യുവർ മാർക്സ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും പറയുവാണ്, മാർക്ക് കുറവുള്ളവരാരും വിഷമിക്കരുത്. വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, സ്കിൽസ്, എഫോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് എഫോർട്ട് കൊണ്ടാണ്, എഫോർട്ട് എടുക്കാഞ്ഞത് കൊണ്ടാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. നമ്മൾ എഫോർട്ട് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എഫോർട്ട്, കറേജ്, then discipline, dream, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.